ഇസ്ലാമിസ്റ്റുകൾക്കിടം കൊടുത്ത അവർക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കിയ ഒരു രാജ്യങ്ങളോടും സന്ധിയില്ല. ബ്രിട്ടനോട് പൊട്ടിത്തെറിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആണവായുധമുള്ള ആദ്യ ഇസ്ലാമിക രാജ്യമാകാൻ UK പ്രാപ്തിയുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ UK നെഞ്ചത്ത് കയറി പൊട്ടിച്ചുകൊണ്ടാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തീവ്ര കൂട്ടങ്ങളെ വളർത്തി ബ്രിട്ടൻ ലോകത്തിന്റെ സമാധാനം തകർത്തു എന്ന് നെതന്യാഹു പച്ചയ്ക്ക് പറഞ്ഞതോടുകൂടി ഇപ്പോൾ ലോകത്തിനു മുൻപിൽ വലിയ നാണക്കേടിന്റെ വക്കിലേക്കാണ് ബ്രിട്ടൻ എത്തിയിരിക്കുന്നത്. ബ്രിട്ടൻ ഭരണകൂടത്തിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടായിരുന്നു നെതന്യാഹു സംസാരിച്ചത്. ഇസ്രയേലിലെ ആർമി റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു ഇക്കാര്യങ്ങൾ തുറന്നടിച്ചതോടെ ഇപ്പോൾ ചർച്ചയായി മാറുന്നതും ഇതുതന്നെയാണ്. പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ ചൂടൻ ചർച്ചയാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ വിള്ളലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന അതിക്രമം അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇസ്രയേൽ ഈ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ബ്രിട്ടൻ മുൻപ് പറഞ്ഞിരുന്നു. ഇതുമാത്രമല്ല, സ്വതന്ത്ര പലസ്തീൻ എന്ന വാദം ബ്രിട്ടൻ ഉയർത്തിയതും ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇസ്രയേലിനെയും വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. അന്നു മുതൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ വിള്ളൽ വീണിരുന്നു, നയതന്ത്ര ബന്ധത്തിലൊക്കെ തന്നെ. എന്നാൽ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പച്ചയ്ക്ക് പറയുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ വളർത്തിയതിൽ അവർക്ക് സ്വൈര്യവിഹാരം നടത്താൻ സ്വന്തം രാജ്യം തുറന്നിട്ട് കൊടുത്തത് ബ്രിട്ടനാണെന്നും ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് ലോകത്തെ കൊണ്ട് എത്തിച്ചു എന്നുമാണ്. ബ്രിട്ടന്റെ ഈ തീക്കളിക്ക് വരും കാലത്ത് അവർ തന്നെ മറുപടി പറയേണ്ടി വരുമെന്നും സ്വന്തം രാജ്യത്ത് തീവ്രവാദം അവരുടെ തലപ്പൊക്കത്തിൽ വളരുമ്പോൾ മറ്റു രാജ്യങ്ങളുടെ സഹായം തേടേണ്ടി വരും എന്നുകൂടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ബ്രിട്ടന് മറുപടി കൊടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കുമായി ഇസ്രയേൽ അവസാനമായി ഒരു കാര്യവും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹമാസിന്റെ നിരായുധീകരണം പൂർത്തിയാകുന്നതുവരെ ഗാസയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറില്ല എന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം കരട് അയച്ചിട്ടുണ്ടെന്നും എന്നാൽ ഞങ്ങൾ അത് അംഗീകരിക്കില്ല എന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഇത് തങ്ങളുടെ കരടല്ല എന്നും കൃത്യമായ മറുപടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുകൂടിയാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നത് ഗാസയിൽ നിന്ന് സൈന്യത്തെ പിന്മാറ്റണം എന്നാണ്. എന്നാൽ നെതന്യാഹു ആവർത്തിക്കുന്നു, ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങില്ല. ഹമാസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാതെ അവർ മുച്ചൂടും താഴെ വീഴാതെ ഞങ്ങൾ ഒരു ഇഞ്ച് പിന്നോട്ടേക്കില്ല എന്നുള്ള പ്രഖ്യാപനവും കൂടിയാണ് നെതന്യാഹു നടത്തിയിരിക്കുന്നത്. ഇസ്രയേലിനോടുള്ള ബ്രിട്ടീഷ് മനോഭാവത്തിലെ മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെ നെതന്യാഹു തന്റെ അഭിപ്രായ പ്രകടനം നടത്തിയത് അരനൂറ്റാണ്ടിലേറെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ മകനും പത്രപ്രവർത്തകനുമായ റാൻഡോൾഫ് ചർച്ചിൽ ഇസ്രയേലിന് നൽകിയ നല്ല കവറേജിനെ നെതന്യാഹു പ്രശംസിച്ചിരുന്നു. തുടർന്ന് ഇന്നത്തെ ബ്രിട്ടനിലെ സാഹചര്യവുമായി അതിനെ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു നെതന്യാഹു സംസാരിച്ചത്. ഇന്നത്തെ ബ്രിട്ടനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന് വിളിക്കപ്പെടുന്നിടത്ത് പോയി അത് കണ്ടെത്തുക. ബെഞ്ചമിൻ നെതന്യാഹു UKയെ അന്യായമായി ഒറ്റപ്പെടുത്തുകയാണോ എന്ന് അവതാരകൻ വീണ്ടും ചോദിച്ചു. യൂറോപ്പ് മുഴുവൻ അങ്ങനെയല്ലേ എന്നും അവതാരകൻ ചോദിച്ചു. അതിന് ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്ത മറുപടി അതെ, പക്ഷേ ആണവായുധങ്ങളുള്ള ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ബ്രിട്ടനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിരിക്കുമെന്ന് ആരോ പറഞ്ഞതായി നിങ്ങൾക്കറിയാം എന്നുകൂടി ബ്രിട്ടനെ അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ട് നെതന്യാഹു പറഞ്ഞത്. ബ്രിട്ടനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നതിനാണ് ഇപ്പോൾ ഈ പ്രസ്താവനകൾ വഴിവെച്ചിരിക്കുന്നത്. ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നടപടിയോടുള്ള ലേബർ പാർട്ടിയുടെ പ്രാരംഭ പ്രതികരണത്തിന് ആൻഡി ബേൺഹാം ക്ഷമാപണം നടത്തി. പാർട്ടിക്ക് അത് ശരിയായി മനസ്സിലായില്ല എന്നും തന്റെ നേതൃത്വത്തിൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞു വെച്ചിരുന്നു. അതായത് ഇസ്രയേലിനെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ട് പല ആവർത്തി ഇസ്രയേൽ ഗാസയിൽ സൈനിക നടപടികൾ നടത്തുമ്പോൾ ബ്രിട്ടൻ പ്രതികരിച്ചിരുന്നു. അതിനെല്ലാത്തിനും കൂടിയുള്ള മറുപടിയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ എന്നും എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ഞങ്ങൾക്ക് തീവ്ര കൂട്ടങ്ങളെ വളർത്തേണ്ട ആവശ്യമില്ലെന്നും പശ്ചിമേഷ്യ പ്രോക്സികളെ കൊണ്ട് നിറഞ്ഞപ്പോൾ ദുരിതമനുഭവിച്ചത് ഇസ്രയേൽ എന്ന രാജ്യമാണെന്നും നിലനിൽപ്പിനു വേണ്ടി ആയുധം കയ്യിലെടുത്ത ഞങ്ങളെ ഭീകരവാദികൾ എന്നുവരെ ചില രാജ്യങ്ങൾ വിശേഷിപ്പിച്ചതായും ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചു. ഞങ്ങൾ ഒരു കാലത്തും ആയുധം താഴെ വെക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ചുറ്റും കിടക്കുന്ന ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതുവരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചു. ഗാസ വിഷയത്തിലും കൃത്യമായ മറുപടിയാണ്
ചോദ്യങ്ങൾക്ക് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയത്. ഇസ്രയേൽ ആക്രമണം നിർത്തിവെക്കുകയും നിലവിൽ നിയന്ത്രിക്കുന്ന ഏകദേശം 60% പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുമ്പോൾ ഹമാസിനോട് നിരായുധീകരണം ആരംഭിക്കാൻ നിർദ്ദിഷ്ട കരാർ ആവശ്യപ്പെട്ടു. ട്രംപ് ഭരണകൂടം ഞങ്ങൾക്കൊരു ഡ്രാഫ്റ്റ് അയച്ചു. ഞങ്ങൾ സമ്മതിച്ചില്ല. ഇത് ഞങ്ങളുടെ ഡ്രാഫ്റ്റ് അല്ല. ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അയച്ചു. ഞങ്ങൾക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ: ഹമാസ് നിരായുധീകരിക്കപ്പെടണം. അതുവരെ ഞങ്ങൾ ഗാസയിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ് ആത്യന്തികമായ ഞങ്ങളുടെ നിലപാടെന്നും ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചു. 2023 നവംബറിൽ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ഗാസ നഗരത്തിലെ സാബ്ര അയൽപ്പക്കത്തെ ഒരു റെസിഡൻഷ്യൽ ബ്ലോക്കിൽ നിന്ന് കണ്ടെടുത്ത 100-ലധികം മൃതദേഹങ്ങൾക്ക് വേണ്ടി ഫലസ്തീനികൾ കൂട്ട ശവസംസ്കാരം നടത്തിയ വേളയിലായിരുന്നു ബ്രിട്ടൻ വലിയ വിമർശനം ഇസ്രയേലിന് നേരെ നടത്തിയത്. കൂട്ടക്കുരുതിയാണ് ഇസ്രയേൽ നടത്തുന്നത് എന്നുള്ള വലിയ വിമർശനം ബ്രിട്ടൻ നടത്തിയതോടുകൂടി അന്നു മുതൽ തന്നെ ഇസ്രയേലിന് ബ്രിട്ടനോട് വലിയ അകൽച്ചയിലാണ്. ഗാസയിൽ നിരവധി കുട്ടികളാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നവജാത ശിശുക്കൾ ഉൾപ്പെടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മരണപ്പെട്ടതോടുകൂടി ബ്രിട്ടനും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതിന് ഇസ്രയേൽ തിരിച്ചടിച്ചത് ഞങ്ങളുടെ രാജ്യത്ത് കുട്ടികളും സ്ത്രീകളും പൗരന്മാരും ഒക്കെ കൊല്ലപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് കണ്ണീർ പൊഴിക്കാൻ ഈ രാജ്യങ്ങളെ കണ്ടില്ല എന്നുള്ളതായിരുന്നു. ഞങ്ങൾ ഭീകരരെ ഇല്ലായ്മ ചെയ്യാനാണ് ഇറങ്ങിയിരിക്കുന്നതെന്നും അതിന്റെ അവസാനം കണ്ടിട്ടേ അടങ്ങുവെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ബ്രിട്ടനെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഇപ്പോൾ UK രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ പരാമർശങ്ങൾ തീർത്തും അപലപനീയവും അംഗീകരിക്കാനാകാത്തതുമാണെന്ന് UK സർക്കാർ വ്യക്തമാക്കി. വിഷയത്തിൽ ഇസ്രയേൽ സർക്കാരുമായി ഔദ്യോഗികമായി പ്രതിഷേധം അറിയിച്ചതായും UK വക്താവ് അറിയിച്ചു. എന്നാൽ ഈ പരാമർശം മുൻപ് US വൈസ് പ്രസിഡന്റ് JD വാൻസും നടത്തിയിരുന്നു.